ദിലീപ്, ഈ പറയുന്ന പോലെ ഈ വിഷയത്തിൽ പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ലീഗിനെതിരെയായിരുന്നു ആക്ഷേപം ഉയർന്നത്, ലീഗ് ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആദ്യം പരാതിയുമായി വന്നത് കോൺഗ്രസ് ആണ്. അതിന് പിന്നാലെയാണ് ലീഗ് അത് ഒഫീഷ്യലി അല്ലെങ്കിൽ പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ മട്ടിലുള്ള വർഗീയ പ്രചാരണം അത് നടന്നിട്ടില്ല എന്ന് LDF പറയുന്നു, അല്ല അത് അങ്ങനെയാണ് എന്ന് UDF പറയുന്നു. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പ്രജിൻ, ഈ പേരാമ്പ്രയിൽ ഇപ്പോൾ ഒരു വാഹനത്തിലെ അനൗൺസ്മെന്റ് ആണ് അത് റെക്കോർഡ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഈ വാഹനത്തിന് പിന്നാലെ വന്ന ഒരു UDF പ്രവർത്തകൻ ഈ അനൗൺസ്മെന്റ് കേട്ട് അതിൽ ആ അനൗൺസ്മെന്റ് വെറുപ്പുളവാക്കുന്നതാണ്, വിദ്വേഷമുളവാക്കുന്നതാണ് സമൂഹത്തിൽ എന്ന് തോന്നി ഒരു UDF പ്രവർത്തകൻ അത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് മറ്റ് അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യമൊക്കെ ഏതായാലും അന്വേഷണ സംഘം പരിശോധിക്കട്ടെ. ഈ ഒരു അനൗൺസ്മെന്റ് വാഹനം അതിൽ ഏതായാലും അക്കാര്യത്തിൽ അതിന് ഉത്തരവാദികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അതിൻ്റെ ഈ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് അതിനൊരു മൈക്ക് പെർമിഷൻ വേണം. അത് വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെ പോലീസിന് അപേക്ഷ കൊടുത്താൽ മാത്രമേ ഈ മൈക്ക് പെർമിഷൻ കിട്ടുകയുള്ളൂ, അനൗൺസ്മെൻറ്റിനുള്ള പെർമിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാഹനം ആരുടെ പേരിലുള്ളതാണ്, ആ വാഹനത്തിൻ്റെ ഈ മൈക്ക് പെർമിഷൻ എടുത്തിട്ടുള്ളത് ആരാണ്, ഇതൊക്കെ അന്വേഷണ സംഘത്തിന് വളരെ വേഗം കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഇതിപ്പോൾ നടുവണ്ണൂരിലെ ഒരു സ്റ്റുഡിയോയിലാണ് ഈ അനൗൺസ്മെൻറ്റ് റെക്കോർഡ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അതൊരു അങ്ങേയറ്റം അങ്ങനെയുണ്ടെങ്കിൽ അത് ആ ഭാഗത്തെ CPIM നേതാക്കളാണ് അത് ചെയ്തതെങ്കിൽ ഏതായാലും അതിൽ അന്വേഷണം പുറത്തു വരട്ടെ, അന്വേഷണത്തിൻ്റെ റിസൾട്ട് പുറത്തു വരട്ടെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അപക്വമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അങ്ങനെ റെക്കോർഡ് ചെയ്യുക, നമ്മുടെ കൗമില കുട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന നിലയിൽ ആ നിലയിലുള്ള സംഭാഷണങ്ങളടങ്ങിയ പരാമർശങ്ങളടങ്ങിയ അത്തരം ഡയലോഗുകൾ അതിൽ ഈ അനൗൺസ്മെൻറ്റിൽ ഉൾപ്പെടുത്തുക എന്നതൊക്കെ പറഞ്ഞാൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വെറുപ്പ് വളരെ വലുതാണ്. അത് ഒരു വീടാന്തരം കയറി ഇറങ്ങുന്നത് പോലെയുമല്ല, അതിനേക്കാൾ എന്താ ഒരു പൊതുസമൂഹത്തോടാണ് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. കൗണ്ടർ പരാതിയായിട്ട് മറ്റൊന്നും കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, മറ്റൊന്ന് കൊടുത്തിട്ടുണ്ട്. അല്ല പ്രജിന, ആ കാര്യത്തിലൊക്കെ അന്വേഷണത്തിന്റെ തീർപ്പ് വരട്ടെ. നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോൾ ഈ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ 3 പേർ പരാതിക്കാർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറുന്നത് വരെ എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. അവർ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ. അവർ ആ പരാതി വരട്ടെ, അല്ല ഒരുപോലെയോ അല്ലെങ്കിൽ എത്രയോ ഏത് തരത്തിലോ വന്നോട്ടെ. അത് ഈ ജനാധിപത്യത്തിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിലാണ് ശരിയെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ ഏതായാലും നിലവിലേതായാലും ഇപ്പോൾ ഈ പരാതി മാത്രമാണ്, റിട്ടേൺ പരാതി മാത്രമാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റേത് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു തെളിവാണ്. അത് വളരെ എവിഡൻ്റായ കാര്യമാണ്, അത് അനൗൺസ് ചെയ്തു എന്നുള്ളത് കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, നേരത്തെ ഈ പ്രജിൻ പറഞ്ഞിരുന്നു, ഗോപിയുമൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു സുരക്ഷിത മണ്ഡലമൊന്നുമല്ല LDFനെ സംബന്ധിച്ച് പേരാമ്പ്ര എന്നുള്ളത്. അവിടെ എന്തിനാണ് ഇത്തരം ഗിമ്മിക്കുകൾ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ 22,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് TP രാമകൃഷ്ണൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 19,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനുണ്ടായിരുന്നു, UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 10 ഗ്രാമപഞ്ചായത്തുകളാണ് പേരാമ്പ്ര മണ്ഡലത്തിലുള്ളത്. ആ 10 പഞ്ചായത്തിൽ 6 പഞ്ചായത്തിലും UDF ഭരണമാണ്. 8,000 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് UDFന്. അപ്പോൾ അത്ര ഒരു ടൈറ്റ് മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. 2021-ലെ അവസ്ഥയല്ല ഇപ്പോൾ ഈ 2026-ലെത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതേതായാലും ഇത് ആ ഒരു മണ്ഡലത്തിലെ കാര്യം മാത്രമല്ല, അത് ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകയോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. അത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഫാത്തിമ തഹലിയ കേരളത്തിൽ ഈ ഒരു എന്താ പറയുക ഒരു സമുദായത്തിൻ്റെ നേതാവ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി അത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാവാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പോൾ അത്തരം ഒരു നേതാവിന് ഈ സമുദായത്തിൻ്റെ കള്ളികളിൽ മാത്രം ചുരുക്കി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ സ്ഥാനാർത്ഥികളുടെയും സമുദായം പറഞ്ഞ് ഈ നിലയിൽ എതിരാളികൾ വോട്ട് തേടാൻ തുനിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? എത്രയോ മണ്ഡലങ്ങളിൽ നേതൃശേഷിയുള്ളവരാണല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത്. നേതൃശേഷിയുള്ളവരാണല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതും അവരെ തെരഞ്ഞെടുക്കേണ്ടതും. ജനങ്ങൾ ജാതി മത സാമുദായിക ഭേദമന്യേ അവർക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന, അവരുടെ ജാതിയോ മതമോ ഒന്നും പരിഗണിക്കാതെ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ കഴിയുന്നെന്ന് തോന്നുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കലാണ് വേണ്ടത്. അതിന് ഇത്തരം പരാമർശങ്ങൾ നടത്തുക എന്നത് അത് അങ്ങേയറ്റം അനുചിതമായ കാര്യമാണ്.
കർശന നടപടി സ്വീകരിക്കേണ്ടതുമാണ്. അതിനു മുമ്പ് നേരത്തെ ഗോപി കൈ ഉയർത്തിയിരുന്നു. നേരത്തെ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ കാലത്തെ ട്രെൻഡ് അനുസരിച്ചാണ് ദിലീപ് അതിനെ പറയുന്നത്. ഒരു പരാജയ ഭീതി കൊണ്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അത്യന്തം മോശം എന്ന അഭിപ്രായമാണ് ദിലീപിനുള്ളത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ പിന്നാലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ LDF-ന് അനുകൂലമായ രീതിയിലല്ല അവിടെ കാറ്റ് വീശിയത്. അതുകൊണ്ട് തന്നെ ഒരു പരാജയ ഭീതി ഉണ്ട് LDF-ന്. അതുകൊണ്ട് ഇങ്ങനെ പോയെങ്കിൽ അത് മോശം എന്ന അഭിപ്രായമാണ്. അല്ല, ഒന്ന് ഞാനൊരു ചെറിയ തിരുത്ത് ദിലീപിന്. ഞാൻ പേരാമ്പ്ര ഒരു സുരക്ഷിത മണ്ഡലമാണ് ഇടതു മുന്നണിക്കെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സാധാരണ നിലയിൽ ഫാത്തിമ തെഹലിയെ നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പരാതി, ഒരു ആക്ഷേപമൊക്കെ ജയിക്കാത്തൊരു മണ്ഡലത്തിൽ നിർത്തി എന്നൊക്കെയായിരുന്നു. പക്ഷെ അവിടെ വലിയൊരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് ഫാത്തിമ തെഹലിയുടെ പ്രചാരണം മാറിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ഞാൻ അത്, എനിക്കൊന്ന് ഒരുപക്ഷെ ദിലീപ് തെറ്റിദ്ധരിച്ചായിരിക്കും, എന്ന അർത്ഥത്തിലാണ് ഞാൻ ആ ഭാഗം വിശദീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.